നമ്മളെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ മരണം വരെ നമ്മളെ കൂടെ ഉള്ളതായിരിക്കണം. പിന്നെ നല്ലോണം നോക്കണം. പിന്നെ എൻ്റെ കുറവുകളൊക്കെ വിചാരിക്കുന്ന ആളായിരിക്കും. അതെ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ നടുവണ്ണൂർ കാവുന്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്ന് റസീനാനെ കാണാനാണ്. റസീനക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. റസീനാൻ്റെ ചെറുനാവ് കുറച്ച് സൈഡിലോട്ടായിട്ടാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ ചെറിയൊരു വ്യക്തത കുറവുണ്ട്. അത് മാത്രമാണ് അവളെ പ്രശ്നം, വേറെ യാതൊരു കുഴപ്പമില്ല. ഡിവോഴ്സ് ആയതാണ്, 2 മാസം കൊണ്ട് തന്നെ ഡിവോഴ്സായി പോയതാണ്. അപ്പോൾ നമുക്ക് ആളെ പരിചയപ്പെടാം. തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ നിൽക്കണം, നല്ലൊരു വരനെ കണ്ടെത്താൻ കേട്ടോ. കാണുന്നതാണ് റസീനാൻ്റെ വീട്. ഇതാണ് റസീന. റസീന, എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. സുഖമല്ലേ? സുഖം. റസീനാൻ്റെ ഹൈറ്റ് എത്രയാ? 167 ആണ് റസീനാൻ്റെ ഹൈറ്റ്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, ആള് സ്ലിമ്മായിട്ടാണ്. റസീന വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? എവിടെയാ? വീട്ടിൻ്റെ അടുത്താണ്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാ അല്ലേ? റസീന എത്ര വരെയാ പഠിച്ചത്? SLC വരെയാ പോയല്ലേ? അത് ശരി. നിങ്ങൾ എത്ര മക്കളാ? 3 പെൺകുട്ടികളാണ്. ബാക്കി എല്ലാവരെയും വിവാഹം കഴിഞ്ഞതാണ്. അപ്പോൾ റസീനാൻ്റെ 2 മാസം കൊണ്ട് തന്നെ ഡിവോഴ്സ് ആയതാണ് അല്ലേ? അത് ഡിവോഴ്സ് ആയിട്ട് ഇപ്പം എത്രയായി? 2 വർഷമാണ്. നിയമപരമായിട്ടുള്ള വിവാഹമാണ് അല്ലേ? റസീനക്ക് ഇപ്പം എത്ര വയസ്സായി? 36 വയസ്സില്ലേ? 36 വയസ്സാണ്. അത് നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? കോഴിക്കോടാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ആളങ്ങനൊന്നും ഇല്ലല്ലോ. ഇവിടെ നിൽക്കുന്ന ആളാണെങ്കിൽ അത്രയും നല്ല. നിൽക്കുന്ന ആളാണെങ്കിലും ഓക്കെ ആണ് അല്ലേ? ജോലിക്ക് പോയിട്ട് ഇവിടെ നിൽക്കുന്ന ആളാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ കോഴിക്കോട് ജില്ല, തൊട്ടടുത്തുള്ള ജില്ലകളൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഒരുപാട് ദൂരത്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഉമ്മ അല്ലേ, ഉമ്മ ഇവിടെ ഒറ്റക്കാണ് അല്ലേ? അപ്പോൾ അങ്ങനൊരു വിഷയമുണ്ട്. പിന്നെ കുടുംബക്കാരും ആൾക്കാരും എല്ലാം അടുത്തടുത്തെല്ലാം ഉണ്ട്. എന്നാൽ പോലും അടുത്തുള്ളതിൽ നിന്ന് ഒരു ആലോചന വരികയാണെങ്കിൽ സുഖമാണല്ലോ. നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? 44 വരെ അല്ലേ? 36 ആയത്. നമുക്ക് ഒരു 44, ഒരു 7-8 വയസ്സ് വ്യത്യാസത്തിലൊക്കെ നമുക്ക് നോക്കാം. കുഴപ്പമില്ല. ജോലിയുള്ള ഒരാളായിരിക്കണം. ഇനി റസീനാൻ്റെ ജീവിതത്തിലൊരു സങ്കടം കാര്യങ്ങളൊന്നും ഉണ്ടാകരുത്. നല്ല ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകണം. അവിടെ എന്താ ജോലി? വിനാഗിരിൻ്റെ അല്ലേ? സുർക്കേൻ്റെ കമ്പനി അല്ലേ? അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ സംസാരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോ. ആദ്യം കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ക്ലാരിറ്റി കുറവ് പോലെ തോന്നുമെങ്കിലും അത് കേട്ടാൽ അത് കറക്റ്റ് ആയിരിക്കും. ഈ ചെറുനാവ് സൈഡിലോട്ടായിട്ട് പിന്നെ അത് സർജറി ചെയ്ത് റെഡിയാക്കിയതാണ് അല്ലേ? അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചെങ്കിലും ഇങ്ങനെ സംസാരിക്കാനാവുന്നത്. ആദ്യം അവൾ തീരെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് റെഡിയാക്കിയതാണ് കേട്ടോ. റസീനയ്ക്ക് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? നടക്കുന്ന അങ്ങനത്തെ വേറൊരു വിഷയമൊക്കെ ഇല്ല. ഈ ഒരു വിഷയം മാത്രമാണുള്ളത്. അതും അവൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. തീർച്ചയായിട്ടും 36 വയസ്സ് എന്ന് പറയുമ്പം ബാധ്യതയും കുട്ടികളൊന്നും ഇല്ല. വെറും 2 മാസം കൊണ്ട് ഡിവോഴ്സ് ആയതാണ്. വിവാഹ ജീവിതം എന്ന് പറയുന്ന ഒക്കെ കിട്ടിയിട്ടേ ഇല്ല അങ്ങനെ. അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് വരണം. പിന്നെ ഭാര്യ മരിച്ചതും ഡിവോഴ്സ് ആയതൊക്കെ നമുക്ക് സ്വീകരിച്ചുകൂടെ? ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതൊക്കെ നമുക്ക് സ്വീകരിക്കാം. മക്കൾ ബാധ്യത ഇല്ലാത്തൊരാലോചന ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ? അതെ, അങ്ങനെയുള്ള ആലോചനയാവണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരാലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. ഉപ്പ മരണപ്പെട്ടിട്ട് കുറേ ആയോ? 5 കൊല്ലം അല്ലേ? റസീനയ്ക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയുള്ള പിയാപ്പിളിനെ വേണ്ട, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ മരണം വരെ നമ്മളെ കൂടെ ഉള്ളതായിരിക്കണം. പിന്നെ നല്ലോണം നോക്കണം. പിന്നെ എൻ്റെ കുറവുകളൊക്കെ വിചാരിക്കുന്ന ആളായിരിക്കും. അതെ, അപ്പോൾ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ണർ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. പിന്നെ നല്ലപോലെ അന്വേഷിക്കണം. പലരും പല സ്ഥലത്തു നിന്നാണ് വിളിക്കുക. അന്വേഷിച്ച് ചെയ്യുക. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ട് നല്ലൊരു പാർട്ണർ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. പിന്നെ നമ്മളിതിൽ കോൺടാക്റ്റ് നമ്പർ കൊടുക്കില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. ഇതിൽ നമ്മൾ മെയിൽ ID ആണ് കൊടുക്കുക. അപ്പോൾ മെയിൽ IDൻ്റെ അകത്ത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു ID പ്രൂഫ് എന്തെങ്കിലും ഒന്ന് അയക്കുക. ഒറിജിനൽ ID പ്രൂഫ് ഫോട്ടോ അയക്കുക. അതിനുശേഷം നിങ്ങൾ ഫുൾ ബയോഡാറ്റ അയക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, വയസ്സ്, സ്ഥലം എല്ലാം അയക്കുക. കോൺടാക്റ്റ് നമ്പറും അയക്കുക. അപ്പോൾ ഇവരത് നോക്കിയിട്ട് ഓക്കെ ആകുമ്പോൾ അങ്ങോട്ട് വിളിക്കും. നമ്മൾ ആദ്യമെല്ലാം പബ്ലിക് നമ്പർ കൊടുത്തായിരുന്നു ശീലം. അങ്ങനെ കൊടുത്തിട്ട് ഒരുപാട് അനാവശ്യ കോളും
ഫേക്ക് ആൾക്കാരും വിളിക്കുക, ഇവരെ ബുദ്ധിമുട്ടിക്കുക. പിന്നെ ചില ആൾക്കാർ ചികിത്സ അത് ഇത് എന്ന് പറഞ്ഞ് വിളിക്കുന്ന വൈദ്യന്മാർ അത് ഇത്, വല്ലാത്ത ബുദ്ധിമുട്ട്. നമ്മളൊരു നല്ല ഉദ്ദേശത്തിൽ കല്യാണം റെഡിയാവാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ ആണിതൊക്കെ. അതിൽ വന്ന് ഇടങ്ങാറാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. നമ്മൾ പുതിയ പുതിയ രീതികൾ മാറ്റി മാറ്റി ചെയ്യാന്നുള്ളതേ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഇതുമായിട്ട് മുമ്പോട്ട് പോയല്ലേ പറ്റുള്ളൂ. ഇവരെ പേടിച്ചിട്ട് നിർത്താനൊന്നും ആവില്ലല്ലോ. മക്കളെ കല്യാണം നമുക്ക് നടത്തണം. എത്രയോ കല്യാണങ്ങൾ നമ്മളിങ്ങനെ നടത്തുന്നതാണ്. ഇനിയും ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാനുണ്ട്. ഒരുപാട് മക്കളുടെ കല്യാണം നടത്തണം. അതിന് ഇതൊന്നും നമുക്കൊരു തടയാവരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൽ ഐ ഡീൻ്റെ അകത്ത് നിങ്ങളൊന്ന് സഹകരിക്കണം എല്ലാവരും. ഇതെന്തെന്ന മെയിൽ ഐ ഡി അത് ആക്കാവില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഈ മെയിൽ ഐ ഡി നിങ്ങളെ ഫോണിൽ നിന്ന് ഒരു ഡബിൾ ടാപ്പ് അടിച്ചാൽ നേരിട്ട് മെയിൽ ഐ ഡിയിലേക്ക് പോകും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ജിമെയിൽ എടുത്തിട്ട് അതിൽ മെയിൽ ഐ ഡി അടിച്ചിട്ട് പിന്നെ 2 എന്ന് പറഞ്ഞ ആടെ അടിച്ചിട്ട് ഫ്രണ്ടിൻ്റെ അകത്ത് നിങ്ങളെ ഡീറ്റെയിൽസ് അടിച്ചാൽ മതി. അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മളെ കുടുംബത്തിൽ അറിയുന്ന ആരെങ്കിലും എല്ലാം ഇല്ലാണ്ട് നിൽക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അതിനൊരു ഇനീഷ്യേറ്റീവ് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇവർ നിങ്ങളെ തിരിച്ച് വിളിച്ചോളൂ. ഓക്കെ, അപ്പോൾ ആയിക്കോട്ടെ, വേറെ ഒന്നുമില്ല. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ.